ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ബ്രൊക്കോളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പുലാവ് പോലെ. അപ്പം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഇത് നമുക്ക് സലാഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്, പക്ഷേ റൈസിനകത്ത് ഇടാനും നല്ലതാണ്. അപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റും നമ്മുടെ മട്ടറും പച്ചമട്ടറാണ് എടുത്തേക്കുന്നത്. അത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സ്പൈസസ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റണം. പിന്നെ മസാല ഇടുന്നത് ഞാൻ എടുത്തില്ലെന്ന് തോന്നുന്നത്, എടുത്തതായിരുന്നു പക്ഷെ കിട്ടിയിട്ടില്ല. നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഇടുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെജിറ്റബിൾസ് എല്ലാം കൂടെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇതും ഒരുപാട് വേവണ്ട, പക്ഷേ എൻ്റേത് അങ്ങ് വെന്ത് പോയായിരുന്നു. ഞാൻ ഒരുപാട് നേരം വിട്ട് വഴറ്റി അതങ്ങ് വെന്ത് പോയി കുറച്ച്. പിന്നെ റൈസ് വേവിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ബിരിയാണി മസാലയും കൂടെ നമ്മൾ റൈസിൻ്റെ മണ്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ശകലം ഒന്ന് മിക്സ് ചെയ്തിട്ട് കളറിന് വേണ്ടിയിട്ട് അതിനകത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ദമ്മിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു ബ്രോക്കോളിയുടെ. നല്ല ടേസ്റ്റ് നമ്മുടെ റൈസിനകത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. ഇത് ബ്രോക്കോളി കിട്ടുന്ന ഉടനെ ഒന്ന് റൈസ് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. നല്ല ടേസ്റ്റാണ്, നമുക്ക് കഴിക്കാൻ പറ്റും. ഫ്ലവറിൻ്റെ കൂട്ടൊന്നും അല്ല ഇത്, നമ്മൾ കോളിഫ്ലവറിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് ബ്രോക്കോളിക്ക്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.